ഹായ് നമസ്കാരം, എല്ലാവർക്കും മുളന്തുരുത്തോടൊപ്പം ഓൺലൈൻ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിൽ 51-ാം നമ്പർ അംഗൻവാടിയിലാണ്. ഈ അംഗൻവാടിയിലേക്ക് കുരുന്നുകൾ എത്താൻ വളരെ ദുർഘടം പിടിച്ച പാത കടന്നു വേണം ചെല്ലാൻ. ഒരു ചെറിയൊരു ചാറ്റൽ മഴ പെയ്താൽ പോലും ഇവിടെ കാൽനട വളരെ ബുദ്ധിമുട്ടാണ്. വർഷങ്ങളായി ഈ ദുരിതം പേറിയാണ് ഈ അംഗൻവാടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് വീടുകളുമുണ്ട്. മഴയത്ത് ഇരുചക്ര വാഹന യാത്രികർ തെന്നി വീഴാത്ത ഒരു ദിവസം പോലുമില്ല. അത്രയ്ക്കും ചെളിയും കുഴിയുമായി താറുമാറായി കിടക്കുകയാണ് മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ ഈ 9-ാം വാർഡിലെ അംഗൻവാടി റോഡ്. ഇന്ന് അതിനെക്കുറിച്ചാണ് വാർത്ത. നമുക്ക് എന്തൊക്കെയാലും വീഡിയോയിലേക്ക് പോകാം. മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിലെ വാർഡ് മെമ്പറായ റീന റജി നമ്മളോടൊപ്പമുണ്ട്. റീന റജിക്ക് ഈ ഒരു റോഡിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. നമ്മൾ ഇപ്പോൾ ഈ 5 വർഷം കാലയളവിൽ നമുക്ക് ചെറിയ ഫണ്ടുകളാണ് കിട്ടിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു MLA ഫണ്ടോ നമുക്ക് കിട്ടിയിട്ടില്ല. ഈ 9-ാം വാർഡിന് പ്രത്യേകിച്ചും നമുക്ക് UDF ഭരിച്ചിരുന്ന വാർഡാണിത്. 10 വർഷമായിട്ട് UDFൻ്റെ ഭരണത്തായിരുന്നു. ഈ വർഷമാണ് ഇപ്പോൾ LDF പിടിച്ചെടുത്തത്. നമുക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെയോ MLA ഫണ്ടോ കിട്ടാതെ തന്നെ പഞ്ചായത്തിൻ്റെ ഫണ്ട് ചെറിയ തോതിൽ മാത്രമാണ് നമുക്ക് കിട്ടിയിരുന്നത്. നമ്മുടെ പ്രയത്നം കൊണ്ട് നമുക്ക് പോയിരിക്കുന്ന റോഡുകൾ ഒത്തിരി മോശപ്പെട്ട റോഡുകൾ ഉണ്ടായിരുന്നു. ആ റോഡുകളെല്ലാം നമുക്ക് പണിയാൻ സാധിച്ചിട്ടുണ്ട്. നിസ്സാര റോഡുകളാണ്, 1-2 റോഡുകളാണ് ഇനി പണിയാനുള്ളത്. MGNRG വഴി 2 റോഡ് പാസ്സാക്കി കയറിയ വർഷം പാസ്സാക്കി വെച്ചതാണ്. അത് ഒരു റോഡ് പണിതു. ഇനി അങ്കമ്പാടി റോഡാണ് പണിയാനുള്ളത്. അതും ഈ വർഷം നടപ്പിലാക്കാനാണ് ഇരിക്കുന്നത്. കോഴിക്കമേലി ഉഴക്കോട്ട് റോഡ് ആദ്യം വർക്ക് ചെയ്തു. പൊന്നാങ്കുഴി കുരിശ് റോഡ് മെയിൻ്റനൻസ് റോഡ് ചെയ്തു. നിരവത്തുകാരൻ റോഡ് ചെയ്തു. പാത്തിനാട് റോഡ് ചെയ്തു. മുളകോട് റോഡ് ചെയ്തു. ഇത്രയും റോഡുകൾ ഇപ്പോൾ ചെയ്തിരിക്കുകയാണ്. MGNRGയുടെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് കുറേ നൂലുമാലകളുണ്ട്. വളരെ റിസ്ക് എടുത്താണ് റോഡ് ചെയ്തത്. ഈ റോഡും റിസ്ക് എടുത്ത് തന്നെ ചെയ്യാനാണ് താല്പര്യപ്പെട്ടിരിക്കുന്നത്. അങ്കമാലി റോഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പകുതി വരെ കട്ട വിരിച്ച റോഡാണ്. ബാക്കി 200 മീറ്റർ നീളമാണ് ചെയ്യാനുള്ളത്. അവിടെ ഭാഗികമായിട്ട് റോഡും അതുപോലെ തന്നെ മഴ പെയ്ത് കുഴി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ശരിയായ രീതിയിൽ അവിടെ കട്ട വിരിക്കാനുണ്ട്, അതും പാസ്സാക്കി വെച്ചിരിക്കുകയാണ്. അങ്കമാടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഭയങ്കര രൂക്ഷമായ കൊതുക് ശല്യവും വെള്ള ടാങ്ക് ഉണ്ടായിരുന്നില്ല. അത് എൻ്റെ ഭരണസമിതിയിൽ തന്നെ എനിക്ക് ചെയ്യാൻ സാധിച്ചു. വളരെ പല കമ്മിറ്റികളും ഉന്നയിച്ചുകൊണ്ട് അത് പാസ്സാക്കിയെടുത്ത് ആ കല്ലിങ്ക് സ്ലാബ് വാർത്ത് ആ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ അവിടെ തൊട്ടടുത്ത വീടുകളിലേക്ക് വെള്ളം പോകാൻ ഇടയാവാത്ത സാഹചര്യം ഉണ്ടായി. ആ പ്രശ്നത്തിലൊക്കെ നമ്മൾ ഇടപെട്ട് ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല. ആ റോഡിൽ ഈ വർഷം തന്നെ ഈ റോഡ് പരിഹരിച്ച് ചെയ്യാമെന്നാണ് നമ്മുടെ ആഗ്രഹവും താല്പര്യവും. അത് നിവർത്തിക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു.